അവരെ ആ വീഡിയോ കാണിക്കണ്ടായിരുന്നടാ. ഇവിടെ എവിടെയാണ് ഇരിക്കാറ്? അമ്മച്ചീരെ പരാതി എഴുതണം. ആർക്കാ എഴുതേണ്ടത്? ഈ പയ്യന്. ഇയാൾക്ക് അതല്ല, ആർക്കാ എഴുതേണ്ടതെന്ന്. ഈ കണ്ണാടി വെച്ച ഇവനാ എഴുതണ്ടേ. എടാ ഇവൻ ആരടാ? വലിയച്ഛന്റെ മോനാ. ഇവന് ഭ്രാന്തായ? അതുണ്ടല്ലോ. എടാ ഇത് ഏത് ഓഫീസിൽ കൊടുക്കാനാണെന്ന്? അതാണോ ചോദിച്ചത്? KSRTCക്കാണ് പരാതി. ഓ അങ്ങനെ പറ. അതെ. എന്താ ജോലി? ടൗൺ പ്ലാനിംഗ് ഓഫീസിൽ. എന്നിട്ടാണോ ഒരു അപേക്ഷ എഴുതാൻ അറിഞ്ഞൂടാത്തത്? ലോകത്തുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ഇന്നവരെ സ്വന്തമായിട്ട് ഒരു പരാതി എഴുതിയിട്ടില്ല. മറ്റുള്ളവരെ കൊണ്ട് എഴുതിപ്പിച്ചാണ് അവർക്ക് ശീലം. നീ ആയിട്ടത് മാറ്റണ്ട. ഇല്ലില്ല. എന്താ പരാതി? കേരളത്തിലെ എല്ലാ KSRTC കംഫർട്ട് സ്റ്റേഷനും വൃത്തിയായി സൂക്ഷിക്കണം. ഹുക്ക് വെക്കണം, പുകവലിക്കരുത്, മുറുക്കി തുപ്പരുത്. മാത്രമല്ല കടാകടിയനായ ഒരു സെക്യൂരിറ്റി ഏത് സമയം വിന്യസിപ്പിക്കണം. പിന്നെ ഭിത്തിയിൽ ആരും നമ്പർ എഴുതിയിടരുത്. വിനോദം, നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. അതെന്താ? എടാ, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ. നീ നിന്റെ കാര്യം നോക്ക്. ഒരു തോർത്ത്, ഒരു സോപ്പ്, ഒരു എണ്ണ കുളിമുറിയിൽ വേണം. അതുകൂടെ ഒന്നിരിക്കോ. കുളിപ്പിക്കാൻ ഒരാളെ കൂടെ ഏർപ്പാടാക്കാടാ. സൂപ്പർ, നല്ല പദ്ധതിയാ. അതെ അതെ, ആലോചിക്കുന്ന ഇവിടെ ഇട്ടൊരു ഒപ്പിട്. ആ പേര് മറന്നതല്ല. എത്ര അമ്മച്ചി? ഞാൻ 20. ഈ പിടിച്ചേ അമ്മച്ചി. ഐശ്വര്യ ഇട്ട് വെച്ചോളൂ. 200 ഇരിക്കട്ടെ. 40-40 കൊല്ലമായി ഞാൻ അപേക്ഷ എഴുതാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് പ്രശ്നം അല്ല, ഒരുപാട് അപേക്ഷകൾ എഴുതി കൊടുത്തിട്ടുമുണ്ട്. അവനവന്റെ ആവശ്യത്തിനല്ലാതെ പൊതുജനത്തിന്റെ ആവശ്യവും പറഞ്ഞിട്ട് ഒരാൾ ഒരു അപേക്ഷ ആവശ്യപ്പെടുന്നത് ആദ്യമായിട്ടാണ്. നാട് നന്നാക്കാൻ എല്ലാരും പറയുമെങ്കിലും നാട് നന്നാക്കാൻ ഒരാളെത്തുന്നത് ആദ്യമായിട്ടാണ്. മക്കളുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ. നീ പാടാണെന്ന് പൈസ വേണമെങ്കിലേ കരയണം. കരഞ്ഞാലേ കിട്ടൂ. പുസ്തകത്തിന് വലയടിക്കാനേ നിനക്ക് പറഞ്ഞിട്ടുള്ളൂ. വിശ്വസ്തയോട് വിനോദ തൈവളപ്പിൽ ഞാൻ തന്നെ. ഇയാളെന്റെ വീഡിയോ കണ്ടിട്ടില്ലെന്നോ? ഒന്ന് കാണിച്ചോ. വിനോദ വേണ്ട. അർത്ഥം വീഡിയോ കാണിച്ചില്ല. നാണോ? സോറി. അല്ല, സുഹൃത്തിന്റെ ജോലി എന്താണ്? ടൗൺ പ്ലാനിംഗ് ഓഫീസിൽ. ഓ, അപ്പൊ ഈ പാൻ്റാണ് പ്രശ്നം. പാന്റ് പോയത് മാത്രമല്ല പ്രശ്നം. കേരളത്തിലെ 90% ആളുകളും പാന്റ് ഇട്ടാണ് നടക്കുന്നത്. പിന്നല്ലാതെ KSRTC കംഫർട്ട് സ്റ്റേഷനിൽ അത്യാവശ്യമായിട്ടും തൂറാൻ പോണെങ്കിൽ ഇതെവിടെയെങ്കിലും കൊളുത്തിടണ്ടേ? അതിനൊരു ആണിയോ ഹുക്കോ വേണ്ടേ? ഇതൊന്നും ഉണ്ടായില്ല. പിന്നെ വൃത്തിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അല്ല, നമ്മൾ ഗവൺമെന്റിന് ഇത് കൊടുക്കാനല്ലേ കഴിയുള്ളൂ. നമ്മുടെ ജനങ്ങളല്ലേ ഇത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സാർ, ഒരു ക്യാമറ വെക്കണം. ക്യാമറ വെച്ചിട്ട് അതിനകത്ത് നടക്കുന്ന അനീതികളൊക്കെ പുറത്തു കൊണ്ടുവരണം. എന്നിട്ട് വേണം ഞാനകത്താവാൻ വേണ്ടിട്ട്. ദുബായിൽ KSRTC വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ. ഇന്നൊരു പരാതി കൊടുത്താൽ അവർ ഇന്ന് തന്നെ തീർക്കും. നാളത്തേക്ക് ഒരു കാര്യം വെക്കൂല. UAE KSRTC ഉണ്ടോ? പിന്നെ കരാമ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷൻ കമ്പനി. അത് എന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും എനിക്ക് താങ്കളെ ഭയങ്കര ഇഷ്ടമായി. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരാണ് കേരളത്തിന് ആവശ്യം. എനിക്ക് നിങ്ങളിൽ നല്ല പ്രതീക്ഷയുണ്ട്. എന്തായാലും നിങ്ങളുടെ ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചിരിക്കും. അപ്പൊ വിനോദേ, തീർച്ചയായിട്ടും വൈശാഖ ഇങ്ങനെ തന്നെ ഞങ്ങൾക്ക് ചെറിയ പ്രതീക്ഷ വന്നു. പോകാം.